ഈ പ്രാവശ്യത്തെ കേരളത്തിൻ്റെ നിയമസഭാ ഇലക്ഷന് ഇടതുപക്ഷം നേരിട്ടത് കനത്ത തിരിച്ചടിയാണ്. എന്നാൽ അതൊരു 10 കൊല്ലം കൊണ്ടൊന്നും ചെയ്യാതിരുന്നൊന്നുമില്ല. പക്ഷേ നേതൃത്വത്തിൻ്റെ ധാർഷ്ട്യവും അവരുടെ അപ്രമാദിത്വത്തിലുള്ള സംസാരമൊക്കെയാണ് പലപ്പോഴും പല ഉപദ്രവവും ചെയ്തത്. അതോടെ നിൽക്കട്ടെ, ഒന്നുമല്ല പ്രായമായതെന്ന് പറയാം. എന്നാൽ 2-3 കാര്യങ്ങൾ തിരുത്തേണ്ടിയിരുന്നതാണ്. ഒന്ന്, സ്ത്രീ പ്രവേശനം, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. സെൻട്രൽ ഗവൺമെൻറ് അല്ല, കോടതി, സുപ്രീം കോടതി പറഞ്ഞ് അവർ കയറാതിരിക്കുമോ? നമ്മൾ കൊണ്ടുവന്ന് കയറ്റേണ്ട ആവശ്യമൊന്നുമില്ല. അതോടെ നിൽക്കട്ടെ. രണ്ടാമത്, ഈ ശബരിമല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു പൊതുവികാരമാണ്. ഈ പൊതുവികാരം എന്ന് വെച്ചാൽ അവിടെ ജാതി മതമൊന്നുമില്ലെന്ന് എൻ്റെ ചിന്ത. അവിടെ ക്രിസ്ത്യനായാലും മുസ്ലിമായാലും ഹിന്ദു ആയാലും ഏതൊക്കെ വിഭാഗത്തിൽപ്പെട്ടവരായാലും അവർക്ക് എനിക്കൊന്നും അങ്ങനെ ആ ഒരു മതചിന്തയില്ല അതിനകത്ത്. നമ്മൾ കോമണായിട്ട് കാണുന്ന ഒരു സ്ഥാപനമാണ്. അതിപ്രാവശ്യം മോദി കുറേ പൈസ എല്ലാ സ്ഥലങ്ങൾക്കും കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം പത്രത്തിൽ ഞാൻ കണ്ട എല്ലാ തീർത്ഥാടന കേന്ദ്രങ്ങളുടെയും ഡെവലപ്മെൻറ്റിന് കൊടുത്തിട്ടുണ്ട്. ആത്മീയ ടൂറിസം കൂട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നല്ല കാര്യം. അത് ശബരിമല കൊണ്ടുവന്നു. അപ്പോൾ ആ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടത്തി എന്ന് ആരോപണം വന്നപ്പോൾ തന്നെ പോലീസ് അന്വേഷണം അവിടെ നിൽക്കട്ടെ. നമ്മളിപ്പോൾ ആരോപണം വന്നപ്പോൾ ആരൊക്കെ രാജിവെച്ചിട്ടുണ്ട്? എത്ര മുഖ്യമന്ത്രികൾ രാജിവെച്ചിട്ടുണ്ട്? അപ്പോഴേ ആ ആരോപണം വന്നപ്പോൾ പാർട്ടിക്ക് സ്വന്തമായിട്ടൊരു അന്വേഷണ ഫോറം ഉണ്ടല്ലോ, അന്വേഷണം നടത്തി 10 ദിവസത്തിനകത്തങ്ങ് അദ്ദേഹത്തെ താഴെ ഇറക്കണമായിരുന്നു. ഇറക്കി ജയമസാറിനെപ്പോലുള്ള വെച്ചതുപോലെ അങ്ങ് വെക്കുക എന്നുള്ളതായിരുന്നു. അത് പാർട്ടിക്ക് പറ്റിയ ഒരു അപജയം. പിന്നെ എൻ്റെ വലിയൊരു കഷ്ടമെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇത്രയും ദിവസം ജയിലിൽ കിടന്നിട്ട് കുറ്റപത്രം സമർപ്പിക്കാൻ പോലീസിന് സാധിച്ചില്ല. ഇതെല്ലാം സാധാരണക്കാർ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളൊക്കെ ഒരു കുറ്റം ചെയ്ത കത്തി എന്നാൽ 10 ദിവസം 14 ദിവസം കുറ്റപത്രം കൊടുത്തിരിക്കും. ഒരു റിമാൻഡിന് മുമ്പേ അവർ കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് അത്രയും കാര്യങ്ങൾ ശബരിമലയിലൊന്നും സംഭവിക്കാൻ പാടില്ല. അങ്ങനെ പിന്നെ ശബരിമലയുടെ സൗകര്യം കൂട്ടുക. അത് പിന്നെ കാലാകാലങ്ങളിൽ മലയത്, അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ ദേവസ്വം ബോർഡ് മന്ത്രിയായിട്ടിരിക്കുന്നവർക്ക് ഒരല്പ ദൈവവിശ്വാസം വേണം. അത് ഭഗവാന്റെ മുമ്പിൽ ചെന്ന് നിന്നിട്ട് അത് ഒരു മാന്യമായിട്ടൊന്ന് തൊഴണ്ട. അവിടെ 18 പടി ഔട്ടാവുന്ന മാറിയെന്നോ അതിൻ്റെ മുമ്പിൽ ചെന്ന് കയ്യും കെട്ടിയിരിക്കുക. അതൊക്കെ സാധാരണ ജനങ്ങൾ കാണുന്നുണ്ട്. എന്താ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഇവിടെ ദൈവവിശ്വാസമുള്ളവരില്ലേ? ദൈവവിശ്വാസമുള്ളവരുണ്ടല്ലോ. ദൈവവിശ്വാസം ഇല്ലാത്ത കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. ഉള്ളവരെ വെക്കണം. ഇതെല്ലാം ജനം പതുക്കെ കാണുന്നുണ്ടെന്നുള്ളതാണ് ഒരു സംഗതി. അടുത്തത്, വെള്ളാപ്പള്ളി നടേശൻ. എനിക്ക് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് എതിർപ്പൊന്നുമില്ല. അദ്ദേഹത്തിനോട് അതിലും അശോകൻ സാറിനോടാണെങ്കിലും എനിക്ക് എതിർപ്പൊന്നുമില്ല. തുഷാറിനോടാണെങ്കിലും. അദ്ദേഹത്തിൻ്റെ ഒരു വരുമോളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, എൻ്റെ സ്റ്റുഡൻ്റ്. അപ്പം അതായത് നമ്മൾ ഓർക്കേണ്ടുന്നൊരു കാര്യം, ഒരു സമുദായത്തിനെതിരെ വളരെ മോശമായി സംസാരിക്കുന്ന ഒരു വ്യക്തിയെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യരുത്. രാഷ്ട്രീയക്കാർ ഇവിടെ നാനാജാതി മതസ്ഥരുള്ള ആളുകളാണ് നമ്മൾ. മുസ്ലിമിൻ്റെ റോളുണ്ട്, ക്രിസ്ത്യാനിയുടെ റോളുണ്ട്, ഈഴവരുടെ ഉണ്ട്, നായന്മാർക്ക് നായന്മാരുടെ ഉണ്ട്, പുലയനുണ്ട്, പറയനുണ്ട്, കുറവനുണ്ട്. അപ്പം ആ ഒരു സമുദായത്തെ ആക്ഷേപിക്കുന്നവരെയൊക്കെ നമ്മുടെ മന്ത്രിമാർ കൂടെ കൊണ്ടുവന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ വോട്ട് ഈഴവ വോട്ട് നമുക്കറിയാം. അപ്പോൾ അത് കൂടെ പിടിച്ച് നിർത്തിയ ഉടനെ എല്ലാം അങ്ങ് കിട്ടും എന്ന് ചിന്തിക്കുന്നത് തെറ്റാണ്. തിരുത്തേണ്ടത് അന്നേരം തിരുത്താൻ സാധിക്കണം. പിന്നെ ഇനിയിപ്പം വരാൻ പോകുന്നു CMR. അതിനെ കടിച്ച് തൂങ്ങി വീണയ്ക്കിൻ്റെ നിയമത്തിൻ്റെ വശത്തുള്ളത്. CMRൽ ഇടപെടാൻ സാധിക്കും ആർക്ക്? മുഖ്യമന്ത്രിക്ക്. ഏത് മുഖ്യമന്ത്രി? പഴയ മുഖ്യമന്ത്രി മോളത് അതിടപെടാം. പക്ഷെ പാർട്ടിക്കാർ ഇടപെടരുത്. അപ്പം അപ്പൻ മോള് എന്തെങ്കിലും പറ്റിയാൽ അത് അപ്പനെ സപ്പോർട്ട് ചെയ്യാം. അതവിടെ പ്രതിപക്ഷ നേതാവല്ല ചെയ്യുന്നത്, അപ്പന് ചെയ്യാം. അപ്പം ചെയ്തുകൂടാൻ നമ്മൾ ഒരിക്കലും പറയത്തില്ല. പിന്നെ കർത്താടെ കാര്യവും, പിന്നെ കർത്താടെ ലിസ്റ്റിലേക്കുള്ളവരുടെ പേരൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ അത് നമ്മൾ പറയുമ്പോൾ എല്ലാ പാർട്ടിക്കാരുടെയും പേരുണ്ട് അതിനകത്ത്, ആ ഡയറിക്കകത്ത്. അതൊരിക്കൽ യൂട്യൂബിൽ വന്നതാണ്. ഇനി അടുത്തത്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇപ്പം
ബോധ്യം വന്നു നമ്മുടെ സഹാക്കന്മാർക്ക്, പ്രത്യേകിച്ച് തലപ്പത്തിരിക്കുന്ന രാജീവിനെ പോലുള്ളവർക്ക്. ഗോവിന്ദമാഷ അത്രയൊന്നും ഗോവിന്ദമാഷ് വിചാരിക്കുന്ന അദ്ദേഹം ഭയങ്കര ബുദ്ധിമാനാണ്. ചുമ്മാറ ഗോവിന്ദമാഷ് ആർക്കും മനസ്സിലാവാത്തിരുന്നാലും വർത്താനാണ് പറയും. ഡയലക്റ്റിക്കൽ മെറ്റീരിയൽസ്, വൈരുദ്ധ്യാത്മയ ഭൗതികവാദം, പോളിട്രേറ്റ്സ്, ബൂർഷ്വാസീസ്, ഈ വാക്കൊക്കെ ആരാ വായിക്കാത്തത്? അങ്ങനെ കുറച്ച് ഡയലോഗ് അദ്ദേഹം പറയും. അദ്ദേഹത്തിൻ്റെ ഡയലോഗ് ആ ഒരു ചിരിയും ഒക്കെ കാണുമ്പോഴേ നമുക്കറിയാം. പിന്നെ എന്തിനാണ് അദ്ദേഹത്തിൻ്റെ വൈഫിനെ ഇലക്ഷൻ നിർത്തിയത്? വല്ല കാര്യം ഉണ്ടായിരുന്നു? അവരൊക്കെ രാഷ്ട്രീയം അറിഞ്ഞുകൂടാന്ന് പറയത്തില്ല. അവർ ഏതാണ്ട് രാഷ്ട്രീയത്തിൽ ആദ്യം വന്നിട്ടുണ്ട്. പക്ഷേ ഈ അധികാര സ്ഥാനത്തിരിക്കുന്ന സെക്രട്ടറിയുടെ ഭാര്യയെ കൊണ്ട് ഇലക്ഷൻ നിർത്തുമ്പം ഓട്ടോമാറ്റിക്കലിയും കഴിഞ്ഞ പ്രാവശ്യത്തെ സെക്രട്ടറിയുടെ രാഘവൻ സഖാവിൻ്റെ സെക്രട്ടറിയുടെയും വിജയരാഘവൻ സാർ അല്ലേ, അതെ, സെക്രട്ടറി ബിന്ദുവിനെയും പിടിച്ച് നിർത്തിയതാണ്. ബിന്ദുവിനൊക്കെ എത്ര രൂപയാണ് കോളേജിൽ നിന്ന് പെൻഷൻ കിട്ടുന്നത്? അത് കഴിഞ്ഞിട്ട് പിന്നെയും ബിന്ദുവിനെ നിർത്തി വയ്ക്കുക. ഇത് മനസ്സിലാവാത്തവരല്ല മനുഷ്യർ. ഇപ്പം എന്തായി? MLA പെൻഷനും കിട്ടും. MLA അല്ല, മന്ത്രിയല്ലായിരുന്നു, മന്ത്രിയുടെ പെൻഷൻ കിട്ടും, കോളേജിൻ്റെ പെൻഷൻ കിട്ടും. അപ്പോൾ എത്ര പെൻഷനായി? എത്രയായി? 2 ലക്ഷത്തിനടുത്ത് വരും എല്ലാം കൂടെ ഒരു മാസം എന്ന് പറഞ്ഞാൽ അധ്യാപകർക്ക് എത്ര പഠിപ്പിക്കണമെന്ന് നമുക്കറിയാം. അതുപോട്ട് അത് അവരെ രണ്ടുപേരെ നിർത്തി. പിന്നെ കുഞ്ഞികൃഷ്ണ ഇതിൻ്റെ സഖാക്കന്മാരുടെ രക്തസാക്ഷികളുടെ പണം മോഷ്ടിച്ചെന്ന് പറഞ്ഞ് അയാളോടൊന്ന് മര്യാദയ്ക്ക് പോയി സംസാരിച്ച് തീർക്കാമെന്നായിരുന്നു. പിന്നെ വേറെ ആളുണ്ടല്ലോ ആ ഏരിയയിൽ തന്നെ, എൻ്റെ പേര് ഓർക്കുന്നില്ല, അയാളെയും സംസാരിച്ച് തീർക്കാവുന്നല്ലോ. ഈ പാർട്ടി ഫോറത്തിൽ മേൽഘടകത്തിരിക്കുന്നവർ അല്ലെങ്കിൽ ജില്ലാതലത്തിൽ ഇരിക്കുന്നവർ എന്തെങ്കിലും അസ്വസ്ഥ ഉണ്ടെങ്കിൽ സംസാരിച്ച് തീർക്കാൻ വേണ്ടിയാണ് നമുക്ക് നാവ് തന്നേക്കുന്നത്, ബുദ്ധി തന്നേക്കുന്നത്, ശക്തി തന്നേക്കുന്നത്. സുധാകരൻ സഖാവിനെ പറഞ്ഞ് മനസ്സിലാക്കി ചെയ്തിരുന്ന ചിലപ്പോൾ ലക്ഷ്യത്തില്ല. അദ്ദേഹം ചെയ്തത് അത്ര വലിയ ശരിയെന്ന് ഞാൻ പറയത്തില്ല. ആ സുധാകരൻ സഖാവ്, ഐസക്ക്, സുധാകരൻ സഖാവ് ഇവരൊക്കെ നിന്നാൽ ജയിക്കും. ബാലഗോപാൽ കഷ്ടിച്ച പ്രാവശ്യം രക്ഷപ്പെട്ടെ അല്ലേ? എന്നാൽ ഐസക്കിനുള്ള ഗ്രിപ്പ് അവിടെ വേറെ, ഈ തോമസ് ഐസക്കിന് നല്ല ഗ്രിപ്പാണ്. മാത്രമല്ല അയാളുടെ പേരും നല്ലതാണ്. മക്കളൊക്കെ പഠിക്കുന്ന അമേരിക്കയിലും ലണ്ടനിലൊക്കെ അത് വേറെ പഠിക്കുകയും ജോലിയൊക്കെ ചെയ്തത്. അവിടുത്തെ ഏത് വലിയ സഹക്കന്മാരുടെ മക്കളെ അങ്ങനെ പഠിക്കാത്ത. പിന്നെ കണ്ണൂർ ഒരു കുടുംബ രാഷ്ട്രീയം നടക്കുന്നത്, ഇതാർക്കും മനസ്സിലാവാത്തൊന്നുമല്ല. ആ കുടുംബ രാഷ്ട്രീയത്തിൻ്റെ ഒരു ശൃംഖല എന്ന് എഴുതി നോക്കി, ഏതൊക്കെ ബന്ധത്തിലാണ്, ആരൊക്കെയാണ്, ഞാൻ എല്ലാം എടുത്ത് പറയുന്നില്ല, പറഞ്ഞാൽ വിട്ടു. അപ്പോൾ ആ കുടുംബ രാഷ്ട്രീയം കണ്ണൂരിൽ ഇഷ്ടപ്പെടാത്ത കുറേ മനുഷ്യരുണ്ട്. ഇംഗ്ലീഷ് ചിന്ത വിളിച്ച് നടക്കുന്ന ആളുകളുണ്ട്. അവർ കയറി ഇറങ്ങി വോട്ട് പിടിച്ച് കിടക്കുമ്പോൾ അവർക്ക് വല്ലപ്പോഴും സീറ്റ് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അത് പഞ്ചായത്ത് ഇലക്ഷൻ മാത്രം കൊണ്ടുവന്ന് സീറ്റ് കൊടുത്താൽ മതിയോ? അല്ലെങ്കിൽ ജില്ലാ ഇലക്ഷൻ മാത്രം സീറ്റ് കൊടുത്താൽ മതിയോ? അവിടെ സീറ്റ് കൊടുക്കുന്നത് ചില പുതിയ MLA മാരെയൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞു. അല്ലാതെ ശ്രീമതി ടീച്ചർ, പിന്നെ നമ്മുടെ ആരോഗ്യമന്ത്രിയായിരുന്ന ഒരാളുണ്ടല്ലോ, അവർ നല്ല സ്ത്രീയാണ്, അതെനിക്ക് വേറെ കാര്യം. തോറ്റുപോയെന്നുള്ളത് അത് ഷാഫിയുടെ ഒക്കെ കയറി മുട്ടിയുണ്ടോ തോറ്റത്. അപ്പം അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആളുകൾക്ക് വളർത്തിക്കൊണ്ടിരും. ഞാനിത് സ്ട്രാറ്റജി പറയാം, നിങ്ങളെ ഫോളോ ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല, ഞാനത് യൂട്യൂബിൽ പറഞ്ഞിട്ടേക്കാൻ വേണ്ടി. നമ്മുടെ ഒരു പാർട്ടി, ഇടതിൻ്റെ ആയാലും വലതിൻ്റെ ആയാലും 10 തലം മുതിർന്ന നേതാക്കന്മാരെ വേണം പാർട്ടിക്കകത്ത്. അതായത് ഇലക്ഷൻ ഫേസ് ചെയ്യണവർ 10 പേര്. മന്ത്രിസഭയിലാണെങ്കിൽ ഒരു 5 പേര് പരിചയമുള്ളതായിരിക്കണം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എന്ത് പറ്റി? പിണറായി വിജയൻ സാർ മാത്രം പരിചയമുള്ള, വേറെ ആരെയും വെച്ചില്ല. ബാലഗോപാലിനെ പിന്നെ നാട്ടിൽ നടന്നാലും പരിചയമുണ്ട്, അല്ലെ ജില്ലയിൽ വന്ന് പരിചയമുണ്ട്. ആ വീണയ്ക്കൊക്കെ എന്തോ പരിചയമുള്ളത്? വീണയൊക്കെ അവസാനം നശിപ്പിച്ചില്ലേ? പെടലിക്ക് ഭയങ്കര വേദനയായിരുന്നല്ലോ വീണയ്ക്ക്. വീണ ജോർജൊക്കെ പത്രപ്രവർത്തനം നടത്തിട്ടെന്നേ, അതിനെ പിടിച്ച് അവിടെ കൊണ്ടുവരുത്തി. അബിൻ വർക്കയ്ക്കെതിരായിട്ട്. അബിൻ വർക്ക ഇവിടെ സോഷ്യലിസ്റ്റ് ഒരു സ്വാധീനമുള്ളതാണ്. അതോടെ നിൽക്കട്ടെ. അപ്പം ഇങ്ങനെ സെലക്ട് ചെയ്ത് നിർത്തിയ കാൻഡിഡേറ്റ്സിൻ്റെ കുഴപ്പങ്ങളുണ്ട്. അതായത് സാധാരണക്കാർ കാണുന്നുണ്ട് ഇത് കുടുംബ രാഷ്ട്രീയം വരുന്നുണ്ടെന്ന്. കുടുംബരാഷ്ട്രീയം. പിന്നെ നയനാർ കണ്ടൊരു പറഞ്ഞൊരു വാക്കുണ്ട്, ആദ്യം നിങ്ങൾ ജനങ്ങളെ പഠിക്കണം, പിന്നെ പൊളിറ്റിക്സ് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പഠിക്കണം, പിന്നെ ഇത് എങ്ങനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യണമെന്ന് പഠിക്കണം. ഇതൊന്നുമില്ലാതെ ഇത് അഡ്മിനിസ്ട്രേഷൻ മാത്രമേ ഉള്ളൂ. പൊളിറ്റിക്സ് എന്തെന്ന് ജനങ്ങളെ പഠിപ്പീര്, പാർട്ടി എന്തെന്ന് ജനങ്ങളെ പഠിപ്പീര്. അതുപോലെ തന്നെ അടുത്ത ഒരു കാര്യം കൂടെ പറയാനുള്ളത്,
പണ്ടൊക്കെ പാർട്ടി ഫോറത്തിൽ താഴെ ഘടകത്തിൽ, അതായത് LC ഘടകത്തിൽ ചർച്ച ചെയ്യും, എന്നിട്ട് അതിൻ്റെ മേലോട്ട് ചർച്ച ചെയ്യും, എന്നിട്ട് അതിൻ്റെ മേളിൽ കൊണ്ട് തരും. അപ്പം ഈ താഴേന്നുള്ള ആളുകളുടെ വികാരമെല്ലാം ഒരുമിച്ചെടുത്ത് ഇപ്പോൾ വേറെ LC മീറ്റിംഗ് നടക്കുന്നത്. ആ ഒരു മീറ്റിംഗ് നടത്താത്തതുകൊണ്ട് അത് നടത്തി അവരുടെ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ച് അത് തലപ്പത്തിരുന്നുകൊണ്ട് ഒരുമിച്ചിരുന്ന് ചിന്തിച്ച് ഇതാണ് നടത്തേണ്ടത്, ഇന്ന പഞ്ചായത്തിൽ ഇന്ന കാര്യങ്ങൾ അപേക്ഷ വന്നിട്ടുണ്ട്, ഇന്ന കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറയണം. അത് പറയാത്തതിൻ്റെ അപാകതയാണ് ശക്തമായി സംഭവിച്ചു പോയത്. അതുകൊണ്ട് പിന്നെ നമ്മൾ രാഷ്ട്രീയ വിമർശനം നല്ലതാണ്, പക്ഷേ രാഷ്ട്രീയ വിമർശനത്തിനകത്ത് വ്യക്തി വിമർശനം നല്ലതല്ല. ആ വ്യക്തി വിമർശനം കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി കൂടിപ്പോയി. അൻവറിൻ്റെ വഴിക്ക് പോട്ടും തോറ്റില്ലയോ? ഷാജിയുടെ തീവ്രവാദ പ്രസംഗനാണ്, അത് മതമാണ്. അത് അദ്ദേഹം പറഞ്ഞ വാക്ക് അത് നമുക്ക് കോട്ട് ചെയ്യാം. ഇപ്പം മാക്സ് പറഞ്ഞൊരു വാക്ക് എനിക്ക് കോട്ട് ചെയ്യാം, എനിക്ക് ഉദ്ധരിക്കാം. അതുപോലെ പറഞ്ഞാൽ കുഴപ്പമില്ല. അല്ലാതെ നമ്മളൊരു വ്യക്തിയെ അങ്ങ് ആക്ഷേപിക്കുന്നത് നല്ലതല്ല. അതുപോലെ തന്നെ ഈ വന്നുപോയ അപജയങ്ങളെയൊക്കെ മാറ്റി താഴേക്കിടയിലുള്ള മനുഷ്യർ, ഈ സാധാരണ പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ മാർജിനലൈസ്ഡ് ആളുകളുടെ, പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകളുടെ ഭക്തന്മാരാണെന്നാണ് പൊതുവെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ പാർശ്വവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ പലപ്പോഴും തള്ളി എന്നുള്ളതാണ് കുഴപ്പം. പരമ്പരാഗതമായ വോട്ട് കറക്റ്റായിട്ട് കിട്ടിയിരുന്നെങ്കിൽ 64 സീറ്റ് കിട്ടിയേനെ. പിന്നെ നിഷ്പക്ഷ സീറ്റുകാരും ഇവിടെ കമ്മ്യൂണിസ്റ്റുകാർ വോട്ട് മാത്രമായിട്ട് 64 സീറ്റ് എൻ്റെ കണക്കൂട്ടില്ല, ബാക്കി നിഷ്പക്ഷ വോട്ടുകാർ. അതുകൊണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം 100-നടുത്ത് കിട്ടിയത്. അപ്പം അതുകൊണ്ട് പ്രിയപ്പെട്ട സഹാക്കന്മാരെ, നിങ്ങളൊക്കെ ആയിരിക്കും നിങ്ങളൊക്കെ മാത്രമേ കൊടി പിടിച്ചിട്ടുള്ളൂ, ഇംഗ്ലീഷ് എന്താ വിളിച്ചോളൂ. അങ്ങനൊന്നുമല്ല. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മൾ വിളിച്ചിട്ടുള്ളതിനും കോളേജ് പഠിക്കുമ്പോൾ ചെയ്തിട്ടുള്ള, യൂണിവേഴ്സിറ്റിയിലും ചെയ്തിട്ടുള്ള. ഇപ്പോഴും ഞാൻ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻ്റ് ആവുകൊണ്ട് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, നിങ്ങൾ ഈ തലപ്പത്തിരിക്കുന്നവരുൾപ്പെടെ പാർട്ടി ഫോറത്തിൽ താഴെ ഉൾപ്പെടെ അവരുടെ അഭിപ്രായം കേൾക്കണമെന്നേ. അല്ലാതെ പിണറായി വിജയൻ പറയുന്നത് മാത്രം എല്ലാം ചെയ്തേക്കാം, രാജീവ് പറഞ്ഞതാണ്, തലപ്പത്തിരിക്കുന്നവരെല്ലാം പറഞ്ഞേക്കാം, അത് ഞങ്ങൾ അതങ്ങ് ചെയ്തേക്കണം, ഇത് ചെയ്തേക്കണം. അതുകൊണ്ട് അതുപോലെ തന്നെ പലപ്പോഴും ഈ ഒരു കുടുംബരാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം വരുന്നുണ്ട് പാർട്ടിക്കകത്ത്. കഴിഞ്ഞ പ്രാവശ്യത്തെ മന്ത്രിസഭാ സെലക്ഷൻ തന്നെ വന്നപ്പോഴേ ആളുകൾക്ക് മനസ്സിലായതാണ് ഇത് മന്ത്രിസഭ ഒരു ഏകാധിപത്യത്തിന് പോവുകയാണെന്ന്. കാരണം മന്ത്രിസഭാ സെലക്ഷനകത്ത് കുറച്ചുകൂടി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളൊരു 4-5 പേരും ഉണ്ടായിരുന്നെങ്കിൽ അത് കുറച്ചുകൂടെ ശരിയായിന്. അപ്പോൾ അതുകൊണ്ട് പാർട്ടി ഫോറത്തിൽ സാധാരണക്കാരുടെ വിമർശനവും നല്ലത് ഇതല്ലെന്ന് പറയും. പിന്നെ ഈ 10 കൊല്ലം കൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്തതിൻ്റെ അത്രയൊന്നും ഇപ്പോൾ അടുത്ത് പറയാൻ ചെയ്തിട്ടില്ല. പക്ഷേ ഇത് ഈ കമ്മ്യൂണിസ്റ്റുകാരൻ ചെയ്തത് കൃത്യമായിട്ട് ജനങ്ങളെ ബോധിപ്പിക്കാൻ. ഇതെല്ലാവരും പത്രം വായിക്കുന്നവരൊന്നുമല്ല. ആരാ പ്രധാനമന്ത്രി എന്ന് ചോദിച്ചാൽ അറിയാൻ വയ്യാത്ത പിള്ളേർ ഇപ്പോഴുണ്ട് ഇവിടെ. കൊച്ചു പിള്ളേരല്ല, വലിയ പിള്ളേർ. നമ്മൾ ഈ ചാനൽ ഇൻ്റർവ്യൂ എടുക്കുന്നവർ പറയും ആരാ പ്രധാനമന്ത്രി, ആർക്കറിയാം? ഡിഗ്രി പഠിക്കുന്നവരാ. ആരാ മുഖ്യമന്ത്രി അറിഞ്ഞൂടാ. പിന്നെ ആ ഫ്ലെക്സ് വെപ്പും അത്ര ശരിയായില്ല. പാർട്ടിയുള്ള എല്ലാവരുടെയും വെച്ചാൽ എന്താ, തലപ്പത്തിരിക്കുന്ന എല്ലാവരുടെയും കൂടെ ഫ്ലെക്സ് വെക്കണം. പിണറായി സഖാവിൻ്റെ മാത്രം ഫ്ലെക്സ് വെച്ചത് ഏകാധിപത്യ സ്വഭാവമാണ്. പിന്നെ രാജീവ് സാറ് പറഞ്ഞതുപോലെ കമ്മ്യൂണിസ്റ്റുകാരല്ലാതെ പിന്നെ ആരാ അങ്ങനെ ഒരു വാക്ക് എഴുതിയില്ല. അതൊക്കെ ഭയങ്കര ബൂർഷ്വാ സ്വരം. അതൊക്കെ അല്ലെങ്കിൽ തൊഴിലാളികളാകും നമ്മളില്ലാതെ അങ്ങനെയൊക്കെ വല്ല എഴുതിയാൽ അവർക്കൊട്ടൊരു വികാരം വരും. അടിസ്ഥാന വർഗത്തോട് അല്ലെങ്കിൽ അങ്ങനെ എഴുതുന്നുണ്ട, ജനങ്ങളും കമ്മ്യൂണിസ്റ്റും എന്നുള്ള വിധത്തിൽ എഴുതണം. കമ്മ്യൂണിസ്റ്റുകാരല്ലാതെ മറ്റാര് എന്ന് ചോദിക്കുന്നത് ഭയങ്കര ഒരു സ്വഭാവമുണ്ട്. പിന്നെ ആരോടായാലും ഞാനിപ്പം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വർക്ക് ചെയ്യുന്ന കുറേ ആളുകളോട് പറയുകയാണ്, ഈ എഴുതി വിടുമ്പോഴും പറഞ്ഞു വിടുമ്പോഴുമൊക്കെ സമൂഹത്തിന് ഇപ്പം വി ഡി സതീശൻ നല്ലൊരു കാര്യം ചെയ്യാൻ നല്ലതെന്ന് അംഗീകരിക്കണം. അപ്പോഴാണ് രാഷ്ട്രീയക്കാരനാവുന്നത്. അപ്പം അത് അങ്ങനെ അതാണ് അപ്പോഴാണ് രാഷ്ട്രീയം. മോശം ചെയ്താൽ വിമർശിക്കാൻ വകുപ്പുണ്ട്, അവർ ചെയ്യുന്ന എല്ലാം തെറ്റാണെന്ന് പറയാനൊക്കെ ഇല്ല. എൻ്റെ KV ഗണേഷ് കുമാറിൻ്റെ കാര്യം പറഞ്ഞപ്പം KV ഇപ്പോൾ കമ്മ്യൂണിസ്റ്റിലല്ലേ, KV തോറ്റുപോയെങ്കിൽ അത് അവസാനം വന്നൊരു വിഷയം, കുടുംബപരമായ വിഷയം അല്ലേ തോക്കത്തില്ല. KV പറഞ്ഞെന്താ, സ്ത്രീകൾക്ക് ടിക്കറ്റ് ഫ്രീ ആയിട്ട് കൊടുത്തത് നല്ലതാണ്. പക്ഷേ അദ്ദേഹം വേറെ സജഷൻ പറഞ്ഞു,
കുട്ടികൾക്കൂടെ കൊടുക്കുക. കുട്ടികൾക്കെന്ന് പറഞ്ഞാൽ ആൺകുട്ടികൾക്ക് പെൺകുട്ടികൾക്ക് കൊടുക്കുക. പെൺകുട്ടികൾ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആൺകുട്ടികൾക്ക് ഒരു 12th വരെയുള്ള അല്ലെ 10th വരെയുള്ള കുട്ടികൾ കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്. അത് നല്ല സജഷൻ. പുള്ളിക്കാരൻ KB ഇത് ശരിക്കും പറഞ്ഞാൽ വീഡിയോയും പിന്നെ മറ്റൊരാളുണ്ടല്ലോ തിരുവനന്തപുരത്ത് വെച്ച് ആ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററെയൊക്കെ അത് കൺഗ്രാജുലേറ്റ് ചെയ്തിട്ടുണ്ടാ പറയണം. അങ്ങനെയാണ് പറയേണ്ടത്. ഇതുപോലെ വേറൊരു കാര്യം പറയാം. ഈ പിണറായി വിജയനെ പോലെ പരിണിതപ്രജ്ഞനായ ഒരു ലീഡർ വേറെ ഇല്ല. ഹീ നോ ഹൗ ടു അഡ്മിനിസ്ട്രേറ്റ്. പക്ഷെ അദ്ദേഹം കൂടെ കുറച്ചപ്പോൾ നിർത്തിയെടുക്കണമായിരുന്നു. പുള്ളിക്കാരൻ ഞാൻ കണ്ടതിൽ ഏറ്റവും വലിയൊരു അഡ്മിനിസ്ട്രേറ്ററാണ് പുള്ളി. പക്ഷേ അദ്ദേഹം ഏകാധിപത്യ സ്വഭാവമുണ്ട്. അത് നേരെ മറിച്ച് അവരുടെ കൂട്ടത്തിലെ കുറച്ച് പേരെ മുഹമ്മദ് റിയാസിനെ ഇരുത്തിയൊരു കുഴപ്പമില്ല. അയാൾ കേന്ദ്രത്തിലൊക്കെ പോയി ഇന്ന് DYFIക്ക് SFIക്ക് ഒക്കെ നിന്ന ഒരാളാണ്. അങ്ങനെ അതിനെക്കുറിച്ചൊന്നും എതിർവരുന്നില്ല. എടുക്കുമ്പം കുറച്ചുകൂടെയൊക്കെ അനുഭവസ്ഥരെയും കൂടെ എടുക്കുക. പിന്നെ പാർട്ടി ഘടകത്തിൽ നിന്ന് പോകുന്ന ആളുകൾ, പോകാൻ താല്പര്യം കാണിക്കുന്നവർ, അവരോടൊന്ന് കൺസൾട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ രക്തസാക്ഷികളുടെ ഫണ്ടെടുത്തെന്ന് പറഞ്ഞ ആൾ, അയാളുടെ പുസ്തകം ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തോടും ചർച്ച ചെയ്ത് കാര്യം നിർത്താമായിരുന്നു, സംസാരിക്കാൻ വരും. സുധാകരൻ സാറ് പിന്നെ അങ്ങനെ വഴങ്ങത്തില്ല, നമുക്കറിയാം. എന്ത് പറഞ്ഞാലും അദ്ദേഹം വഴങ്ങുന്നില്ല, തീരുമാനിച്ചത്. പക്ഷേ സുധാകരൻ സാർ കഴിഞ്ഞ പ്രാവശ്യം മന്ത്രിസഭയിലുണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നേനെ, ഐസൊക്കെ ഉണ്ടായിരുന്നു നന്നായിരുന്നേനെ. അപ്പോൾ തൽക്കാലം ഞാൻ നിർത്തുന്നു. ഞാൻ യൂട്യൂബിലിടാൻ വേണ്ടി പറഞ്ഞ ജോൺസൺ കരൂർ.